بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد നമ്മൾ തൗബയുടെ ബാബിലാണ് ആദ്യത്തെ ഹദീസ് وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول والله إني لأستغفر الله وأتوب إليه في اليوم أكثر من 70 مرة رواه البخاري أبو هريرة رضي الله عنه لنو ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹാബി പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലാഹുവാണ് സത്യം, ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നു. റസൂൽ വഅതൂബു ഇലൈഹി, ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. ഫിൽ യൗമി, ഒരു ദിവസം, അക്സറ മിൻ 70 മറ, 70 പ്രാവശ്യത്തിലധികം, 70 കൂടുതൽ തവണ ഒരു ദിവസം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ ആവശ്യക്കാരാണ് ഇസ്തിഗ്ഫാറിലേക്കും തൗബയിലേക്കും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിയുന്നതും ഇനി വരാനിരിക്കുന്നതും അങ്ങനെ വരൂല, എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തെടുത്തിരിക്കുന്നു, ഒന്നും ബാക്കിയുണ്ടാവില്ല അള്ളാഹുവിന്റെ റസൂലിന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന ഓരോ ദിവസത്തിലും ചെറുതും വലുതുമായ കുറേ ഹറാമുകൾ, തെറ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളാണ് റസൂലിനേക്കാൾ ആവശ്യക്കാർ തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും. രണ്ടാമത്തെ ഹദീസ് വഅൻ الأغر بن يسار المزني رضي الله عنه قال قال رسول الله صلى الله عليه وسلم يا أيها الناس توبوا إلى الله واستغفروه فإني أتوب في اليوم إليه 100 مرة رواه مسلم. ഇത് അതേ രീതിയിലുള്ള ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് മഗ്ഫിറത്തിനെ ചോദിക്കുക. കാരണം ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഒരു ദിവസം ഞാൻ അല്ലാഹുവിലേക്ക് 100 പ്രാവശ്യം തൗബ ചെയ്ത് മടങ്ങുന്നു റസൂൽ. അതുകൊണ്ട് നിങ്ങളും ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടുക. ആദ്യത്തെ ഹദീസിൽ റസൂൽ ചെയ്യുന്നു പറഞ്ഞു, രണ്ടാമത്തെ ഹദീസിൽ റസൂൽ ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യുക എന്നുള്ളാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയും നമ്മളോട്. മൂന്നാമത്തെ ഹദീസ് وعن أبي حمزة أنس بن مالك الأنصاري رضي الله عنه خادم رسول الله صلى الله عليه وسلم. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമാണ്. അതാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സാണ്. ഹിജ്റക്ക് 10 വർഷം മുമ്പാണ് ജനിച്ചത്. സഹാബി അൻസാരിയാണ്, നജ്ജാരി ഗോത്രക്കാരനാണ്. അങ്ങനെ റസൂല് മദീനയിലേക്ക് വന്നപ്പോ എല്ലാ സഹാബാക്കളും അല്ലാഹുവിന്റെ റസൂലിന് ഹദിയകൾ കൊടുത്തു. അപ്പം അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, സഹാബി വനിത, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇതെന്റെ മകൻ ഉനൈസ്, പറഞ്ഞാല് അനസിന്റെ ചെറുത്, സ്നേഹത്തോടെ വിളിക്കുക, ഇതെന്റെ മകനാണ്, എല്ലാവരും താങ്കൾക്ക് ഹദിയകൾ നൽകുന്നു, എനിക്ക് നൽകാൻ ഇവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഇവനെ താങ്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാദിമായി സ്വീകരിച്ചാൽ എന്നിട്ട് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചു. ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ, അനസിന്റെ സമ്പത്തും മക്കളെ നീ അധികരിപ്പിക്കണം. വഗ്ഫിർ ലഹു, അവന്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണം. അനസിനും അനസിന്റെ ഉമ്മാക്കും രണ്ടാക്കും വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അത് സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ആണ്. അനസ് റളിയല്ലാഹു വഅതിൽ ഉംറഹു എന്നുണ്ട്, ദീർഘായുസ്സിന് വേണ്ടിയിട്ടും ദുആ ചെയ്തു. ആ ദുആ ചെയ്ത 4 കാര്യങ്ങളും അനസ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഹിജ്റക്ക് 10 വർഷം മുമ്പ് ജനിച്ചു. ഹിജ്റ
93 തായിഫിലാണ് സഹാബി വഫാത്താകുന്നത്. അദ്ദേഹത്തിന് സമ്പത്തുണ്ടായി, മക്കളുണ്ടായി, 128ഓളം മക്കളുണ്ട്. 128ഓളം മക്കൾ, അതിൽ 80ഓളം മക്കളെ അദ്ദേഹം തന്നെ ഖബറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. 103 വയസ്സായി, ദീർഘകാലം ജീവിച്ചു, മക്കളും സമ്പത്തും അധികരിച്ചു. അവസാനം തായിഫിൽ വയസ്സായിട്ട് തായിഫിലാണ് വഫാത്താകുന്നത്. അദ്ദേഹത്തിന് അന്ധത ബാധിച്ചിരുന്നു, പ്രായാധിക്യ കാരണം കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആന്റെ ബർക്കത്ത്. സഹാബി പറയാണ്, ഖാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് മുതൽ റസൂൽ വഫാത്താകുന്നത് വരെ റസൂലിന്റെ കൂടെയായിരുന്നു അനസ്. എല്ലാ കാര്യങ്ങൾക്കും റസൂലിന്റെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. സഹാബി പറയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫീ അർളി ഫലാത്തിൻ. മുത്തഫഖുൻ അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷിക്കുന്ന സമയം ബിതൗബതി അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയമാണ് അള്ളാഹു ഏറ്റവും സന്തോഷിക്കുന്നത്. എന്നിട്ട് ആ സന്തോഷത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. മിൻ അഹദികും സഖത അലാ ബഈരിഹി, നിങ്ങളിൽ ഒരാള് അവന്റെ വാഹനപ്പുറത്ത് നിന്ന് വീഴുന്നു, വാഹനം നഷ്ടപ്പെടുന്നു. എവിടെ? ഒരു വിജനമായ പ്രദേശത്ത്, ആരുമില്ല, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്ത് അവന്റെ വാഹനം നഷ്ടപ്പെട്ടു. വഖദ് അദല്ലഹു ഫീ അർളി ഫലാത്തിൻ, അങ്ങനെ വിജനമായ പ്രദേശത്ത് അവന്റെ വാഹനം നഷ്ടപ്പെട്ടു. അവൻ എല്ലാ പ്രതീക്ഷയും അറ്റു, ഇനി മുന്നോട്ടുള്ള ജീവിതം അവനക്കില്ല, സാധ്യമല്ല. പെട്ടെന്ന് ആ വാഹനം തിരിച്ചു കിട്ടി. അപ്പോഴുണ്ടാകുന്ന സന്തോഷം, അത് നഷ്ടപ്പെട്ട ജീവിതം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നിടത്തുനിന്നും ഒരു പുതുജീവൻ പോലെ എന്തെങ്കിലും ഒരു ആശ്വാസം, പരിഹാരം കാണുമ്പോഴുള്ള സന്തോഷം, അതിനേക്കാൾ അള്ളാഹു സന്തോഷിക്കുന്ന സമയമാണ് ഒരടിമ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന സമയം. പക്ഷെ അതിന്റെ ദീർഘമായ ഹദീസ് ശേഷം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നാളെ വായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന്റെ മുമ്പ് നസൂഹായ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.